നമുക്ക് അവിയൽ വെക്കാം. പിന്നെ ഒരു മാങ്ങയുണ്ട്, ചെറിയൊരു പഴുപ്പുണ്ട്. പുളിച്ചോരി വയ്ക്കാം, നല്ല നമുക്ക് പുളിച്ചോരി വയ്ക്കാം. മീനുണ്ട്, മീനും കൊഴിയാളുണ്ട്, പൊരിക്കുകയും കറി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. അവിയൽ എന്തായാലും വെള്ളവും ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് വേവട്ടെ, നമുക്ക് അരപ്പരയ്ക്കാൻ പോവാം. അവിയൽ വെന്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കിനി അരപ്പിടാം. ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി വെള്ളം പറ്റാനുണ്ട്, ഒന്നും കൂടി വേവട്ടെ. അവിയലിന് അരച്ചേക്കുന്നത് ഒരുപാട് തേങ്ങ അരയരുതാണ്ട് ഈ പരുവത്തിലാണ് അവിയലിന് അരയ്ക്കേണ്ടത്. ഒരുപാട് അരഞ്ഞാൽ അത്ര കൊള്ളത്തില്ല. ശേഷം മാങ്ങ പുളിച്ചോരി, മാങ്ങ കണ്ട് ഇതേ കണക്ക് നല്ല മഷി പോലെ അരിയണം. അതിന് ശേഷം നമുക്ക് മാങ്ങ കൊച്ചായിട്ട് അരിഞ്ഞ് ഇട്ട് മിക്സി തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് 2 or 3 ദിവസം ഇരുന്നാലും ഈ പുളിശ്ശേരിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മാങ്ങാ പുളിശ്ശേരിയുടെ വലിയ വീഡിയോ ഇട്ടുണ്ട്, സംശയമുള്ളവർ കയറി നോക്കണം കേട്ടോ. ഒരു വെള്ളവും ഉപ്പും ഒഴിച്ച് കലക്കി, ആവശ്യത്തിന് വെള്ളം നമ്മളെങ്ങനെയാണ് ഒഴിക്കുന്ന ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് കലക്കി കടുവും ഒന്ന് ചൂടാക്കണം. പുളിശ്ശേരി ആദ്യം ഒന്ന് ചൂടാക്കുക, പിന്നെ കടുക് വറുത്തൊഴിച്ചാൽ 3 or 4 ദിവസം ഇരുന്നാലും പുളിശ്ശേരിക്ക് ഒരു കുഴപ്പമില്ല. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അതും തൈരല്ലാതെ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയത്തേ ഇല്ല, മാങ്ങയുടെ ടേസ്റ്റും കാണില്ല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് അരപ്പ് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചങ്ങ് അടയ്ക്കാം. അപ്പം ഈ അവിയലിൻ്റെ കറിയപ്പലയുള്ള ഒരു കറിയപ്പല ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കറിയപ്പലയുണ്ട്, അത് പുഴു കറിയപ്പലയ്ക്കകത്ത് മൊത്തം, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. തീ കുറച്ച് ഒന്ന് അടച്ചങ്ങ് വെച്ചാൽ അതിൻ്റെ ഒരു പച്ച മണം മാറുമ്പം ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, വെള്ളമൊക്കെ പറ്റി വന്ന് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം വേണം, എന്നാലേ ആ ഒരു അവിയലിനൊരു ഇത് വരുള്ളൂ, ഒരു കൊഴുപ്പ് വേണം. ഒത്തിരി വെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളം ഈ നിൽക്കണം, എന്നാലേ കഷ്ണങ്ങളൊക്കെ ഒന്ന് പെരണ്ട് ഒരിത് വരും. ചിലവർക്കാണെങ്കിൽ അവിയൽ ഉടയണ്ട, നമുക്കാണെങ്കിൽ ഒന്ന് ഉടയണം കേട്ടോ. ഇങ്ങനെ ഇരുന്ന് അവർക്ക് പാടാം. അപ്പോൾ അത് ഞാൻ ഒന്ന് കരണ്ടി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഉടയ്ക്കാത്തവർക്കാണെങ്കിൽ ഒന്ന് പെരട്ടി എടുത്താൽ മതി. പലർക്കും പല ഇതല്ലേ, നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ്, ഒന്ന് ഉടഞ്ഞിരിക്കണം അവിയൽ. ഉടയാത്തവർ ഉടയ്ക്കണ്ട, ഒന്ന് പെരട്ടി ഒന്ന് എടുത്തണ്ട, അവിയൽ റെഡിയായി. നമ്മുടെ കൊഴിയാള വരിഞ്ഞ് വെച്ചേക്കാണ്. ഞാൻ അരപ്പ് വരട്ടണം. തോലി കറി വയ്ക്കാൻ അരപ്പാണ് കേട്ടോ. ഇതേ കണക്ക് അരക്കണം. മിക്സിയുടെ ചെറിയ ജാറിലാണ് നിങ്ങൾ അരയ്ക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെണ്ണ പോലെ അരയരുത്. ഇങ്ങനെ അരഞ്ഞാൽ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കലക്കി ഉപ്പ് ഇട്ട് കലക്കി വെക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇടാനാണ് മാങ്ങ, തക്കാളി, പച്ചമുളക്. ചിലർ മാങ്ങ ഇട്ടാൽ തക്കാളി ഇടില്ല, തക്കാളി ഇടണം, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് വേണം. തക്കാളിക്ക് തക്കാളി തന്നെ വേണം. ചിലവർ മാങ്ങ ഇട്ടാൽ അതിൻ്റെ പുളിപ്പ്, തക്കാളിക്ക് അത്ര വലിയ പുളിപ്പൊന്നുമില്ല. നിങ്ങളിട്ടാൽ നല്ല ടേസ്റ്റ്. മീൻ പൊരിക്കാൻ ഇതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ചേ ഉള്ളൂ, മുളക് പൊടിയാണ് കൂടുതൽ കേട്ടോ. അതിന് ശേഷം ഇത്തിരി നല്ലോളം കൂടി ഇതെന്ത് ചെയ്യണമെന്ന് പറയുക, ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ കുഴയ്ക്കാനാണ്. അപ്പോൾ ഈ നമ്മുടെ മീൻ പൊരിക്കുന്നതിനകത്ത് ഇത് പിടിച്ച് പറ്റിയിരിക്കും, നല്ല എരിയെല്ലാം അത് ഇരിക്കും. പക്ഷേ ഉലുവാപ്പൊടി ഇടുന്ന മണം നമ്മൾ പൊരിക്കുമ്പം അയലത്തെ വീട്ടിൽ ആ മണം ചെല്ലും. ഉലുവാപ്പൊടി ഇട്ട് നമ്മൾ മീൻ പൊരിച്ചാൽ ഒത്തിരി ഇടണ്ട, ഒരു ഇച്ചിരി ഇടണം കേട്ടോ. ഒരു 1/4 സ്പൂൺ വേണ്ട, നമ്മൾ മീനനുസരിച്ച് ഇട്ട് പൊരിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. എന്തായാലും വെച്ചിട്ട് കാണിക്കാം. പുളിശ്ശേരി നമുക്കൊന്ന് ചൂടാക്കാം, ചെറിയതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ടേ ചൂടാക്കാവൂ. ഇളക്കി ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെച്ച് കടുക് വറുത്തൊഴിച്ചാൽ പുളിശ്ശേരി അടിപൊളി കേട്ടോ. മാങ്ങ പുളിപ്പുള്ള കണക്ക് നിങ്ങൾ പുളിശ്ശേരിക്ക് ഇട്ടാൽ മതി. ഇത്തിരി പുളിപ്പ് കുറവുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരു 3/4 ഇട്ടാൽ മതി. കറി കിടന്ന് തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇടുള്ളൂ. മീൻ കിടന്ന് പൊരിയട്ടെ, തിളയ്ക്കുന്ന നമുക്ക് നൊത്തോലി വാരി ഇട്ടു. എന്നിട്ട് തീ കുറച്ച് വെച്ചങ്ങ് അടച്ചാൽ കറി പറ്റി സെറ്റായിരിക്കും. കറിയുടെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് വാരിയിട്ട് അതങ്ങ് സെറ്റാവും. കറി എളുപ്പം. ഇന്ന് വെച്ച കറിയാണ്. ഇന്ന് പൊരിച്ച മീൻകറി, പുളിശ്ശേരി, മാങ്ങാച്ചാറ്, അവിയൽ, അങ്ങനെ ഇന്ന് ഇത്രയേ വെച്ചിട്ടുള്ളൂ. എല്ലാവരും ഉണ്ണാൻ വരി, പെട്ടെന്ന് വരി. എല്ലാവരും ഉണ്ണാൻ വരി, പെട്ടെന്ന് വരും കേട്ടോ. എല്ലാവരും വരി.